ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് 2 വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കാൻ നേരം വന്നിട്ട് പറഞ്ഞു നമുക്ക് പുറത്തോട്ട് പോകാൻ വരുന്നെങ്കിൽ വരാൻ. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് താണ്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തുള്ള താന്നി ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ താണ്ട് ഞങ്ങൾ ബീച്ചിലെത്തി. അപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ വെട്ടമുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കുകയാണ്. ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോള് പിന്നെ വേറൊരു ലെവലാണ്. പിന്നെ നമ്മൾ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. അതാ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ലൈറ്റ് ഉള്ളത്, ബാക്കി എല്ലാം ഇരുട്ടാണ്. നമ്മളെ കൊല്ലം ബീച്ച് കണക്ക് ഭയങ്കര ലൈറ്റ്സ് ഒന്നും ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാല് വെറുതെ തിര കാണാനായിട്ട് വന്നതാണ്. പക്ഷേ എൻ്റെ ഷൂവിലും എല്ലാം ഇങ്ങനെ വെള്ളം അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ആയി അതൊക്കെ തട്ടിക്കളയാനായിട്ട് ഞാനും എൻ്റെ കസിനും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞിട്ട് താണ്ട് ആ ഷൂവും കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ വാപ്പിയും ഉമ്മയും മോളും ഒക്കെ അവിടെ ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്ന് താണ്ട് മോളെയും എടുത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങാമെന്നും പറഞ്ഞിട്ട് താണ്ടെ വന്നിട്ട് ഒരു വണ്ടി കണ്ടു. അവിടെ വന്നപ്പോഴേക്കും എനിക്ക് കമ്പനി ഇതുവരെ അറിയാത്തൊരു കമ്പനി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാനതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുകയാണ്. എന്നിട്ട് ഞങ്ങൾ 2 ഐസ്ക്രീം മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തു. കാര്യം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം വാങ്ങിയത്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഭയങ്കര നമ്മൾ സാധാ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റൊന്നും അല്ലാത്തത് കൊണ്ട് അത് ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചുള്ളൂ. പിന്നീടൊന്നും വാങ്ങിയില്ല. അപ്പോൾ തൊട്ടടുത്ത് താണ്ടേ പാനിപ്പൂരി ഉണ്ടായിരുന്നു. അങ്ങനെ അതും വന്നൊരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ കൂടി ഞാൻ ഐസ്ക്രീമും കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് താണ്ടേ പാനിപ്പൂരി കിട്ടി. എനിക്ക് ഈ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ കണ്ടാലും ഞാൻ വാങ്ങും. എല്ലാവരും പറയും ഹൈജീൻ അല്ല അങ്ങനെയൊക്കെ, പക്ഷേ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങും, കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ്ട് അത് കഴിച്ച് നോക്കിയാൽ നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആ കടല കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനത് പാഴ്സലാട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഈ ഫസ്റ്റ് ഇത് കഴിച്ചിട്ട് വേറെണ്ണം പാഴ്സൽ വാങ്ങാമെന്ന് കരുതിയിട്ട് അത് കവറിൽ വെച്ചതാണ്. അതെടുത്ത് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പം എക്സ്ട്രാ മാങ്ങയൊക്കെ ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മാങ്ങയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് പാഴ്സലിന് വേണ്ടിയിട്ട് അപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് റെഡിയാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. അവർ ഈ കടല പുഴുങ്ങിക്കൊണ്ട് വരും. എന്നിട്ട് ബാക്കി വെജിറ്റബിൾസൊക്കെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആണ് നമുക്കത് അതിലിങ്ങനെ ചൂടുണ്ടല്ലോ ചെയ്ത് തരുന്നത്. അതൊക്കെ മേടിച്ചിട്ട് താണ്ട് ഇവിടെ വന്നപ്പോഴേക്കും അവിടെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ എന്തോ ഒരു പാട്ടും കാര്യവും സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് എൻ്റെ മോള് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അതും എല്ലാം കഴിഞ്ഞിട്ട് താണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.